ഹലോ ഗൈസ്, പത്രമാൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദു പോകാൻ വേണ്ടി റെഡി ആവണം കേട്ടോ. അപ്പോൾ അനി ഓടി വയ്ക്കുന്നുണ്ട്. എല്ലാവരും ഇറങ്ങിയോ, റെഡി ആയോ എന്നൊക്കെ ചോദിച്ച്. ഇത് കേൾക്കുമ്പോൾ നന്ദുവിന് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ. അതേസമയം അനാമിക്ക് ഇരിക്കപ്പുറത്ത് ഇറങ്ങിയിട്ട് രേവതിയെ വിളിക്കുവാണ്. എന്നിട്ട് പറയുകയാണ് അവളോട്, ആ നന്ദുവിനോട് ഞാൻ പ്രത്യേകം വിളിച്ച് വരരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രേവതി പറയാം, വരാൻ സാധ്യതയില്ല മോളെ, അവളുടെ അനിയുടെയും കാര്യം അവിടെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ എന്തായാലും അത്ര ചങ്കൂറ്റത്തോടെ ഒന്നും അവൾ കയറി വരുകയില്ല എന്ന് പറയാം കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് അനാമിക്ക് പറയാം, എന്ത് പറയാനാ, എനിക്കൊരു കാശിനോളത്തില്ലാത്ത അച്ഛനും അമ്മയായി ഉണ്ടായത്. ഞാനിന്ന് അവളിവിടെ വന്നാൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോവും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഫോൺ വയ്ക്കുക കേട്ടോ. എന്നിട്ട് രേവതി ഈ പരാതിയൊക്കെ ആയിട്ട് വേണുവിൻ്റെ അടുത്ത് ചെല്ലുവാണ്. അപ്പോൾ വേണു പറയുന്നുണ്ട്, അവളൊരു ഇരട്ടച്ചങ്കിയാണ്. അവളുടെ ചേച്ചിമാരും അവളെ പോലെ കുംഫും കരോട്ടയൊക്കെ പഠിച്ചിരുന്നെങ്കിൽ നമ്മുടെ മോൾക്ക് അവിടെ കിടന്ന് ഇടിയും കൊള്ളായിരുന്നു. നേരിട്ട് കണ്ട അനുഭവം കൊണ്ട് പറയുക, നമ്മുടെ മോളോട് കൂടുതൽ അവളോട് ഇടയാൻ പോകണ്ടെന്ന് പറഞ്ഞാലേ മറ്റുള്ളവരെ പോലെ ആയിരിക്കുമല്ല. ചിലപ്പോൾ നമ്മുടെ മോൾ അവിടെ കിടന്ന് കുറേ അടി മേടിച്ച് കൂട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബുദ്ധിപരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ നീ മോളോട് പറഞ്ഞു കൊടുക്കുക എന്ന് പറയും കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ രേവതിക്കാകെ വിഷമമാവാണ്. എന്നിട്ട് ഒരു അവസാനം കാശും ഇല്ല, അടിയും മേടിച്ച് പോരേണ്ട അവസ്ഥ വരുമോ എന്നൊക്കെ ഓർത്തിങ്ങനെ വിഷമിച്ച് നിൽക്കുക കേട്ടോ. അതേ സമയത്ത് നവ്യ ആദർശ് നയനൊക്കെ മേടിച്ച് കൊടുത്ത സാരിയൊക്കെ കൊടുത്ത് റെഡിയാവുകയാണ്. റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അബി അങ്ങ് കയറി വരും കേട്ടോ. അപ്പോൾ അബിയോട് ചോദിക്കുന്നുണ്ട്, ഈ സാരിയിൽ എന്നെ കാണാൻ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോഴേക്കും അബി എടുത്ത വയലവരാണ്. അല്ല, എന്ത് ഡ്രസ്സ് ഇട്ടാലും നിന്നെ കാണാൻ നല്ല ഭംഗിയാണെന്നാണല്ലോ നീ തന്നെ പറഞ്ഞു നടക്കുന്നത്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, നന്നായിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും അവയോരോ, ഇത് ആദർശേട്ടൻ മേടിച്ചു തന്ന സാരിയാണ്, എനിക്ക് എന്തെങ്കിലും മേടിച്ചു തരണമെന്ന് തോന്നിയോ എന്നൊക്കെ ചോദിക്കുക കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും അബിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അബി പറയുന്നുണ്ട്, നിന്നെ കെട്ടണം എന്നായിരുന്നല്ലോ അങ്ങേർക്ക് ആഗ്രഹം, അത് മനസ്സിലിട്ടായിരിക്കും മേടിച്ചു തന്നെ എന്നൊക്കെ പറയുമ്പോഴേക്കും നവ്യ പറയാം, നിന്നെ കൊണ്ടൊക്കെ ആകാശിന് ഗുണമില്ല, ഇതെൻ്റെ അനിയത്തി അവളുടെ ഹസ്ബൻഡിനോട് മേടിച്ചു തന്നാ. ഇനി അതിന് നീ കുറ്റവും കുറവൊന്നും കണ്ടുപിടിക്കേണ്ട. നിന്നെ ഒന്നും വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നീ ഇപ്പോഴും കമ്പനിയിലെ ഒരു സ്റ്റാഫായിട്ട് മാത്രം ഇരിക്കുന്നത്. എന്തിനാ പറയുന്നത്, എനിക്ക് പോലും 3 കമ്പനി കൊടുത്തു, നിനക്ക് തന്നില്ലല്ലോ. നിന്നെയൊക്കെ ദാനമായിട്ടാണ് മുത്തശ്ശൻ ഇവിടെ എടുത്ത് വളർത്തിയത്. അവർക്ക് തന്നെ അറിയാം നിന്നെയൊക്കെ എന്തെങ്കിലും ഒഴിപ്പിച്ച് കഴിഞ്ഞാൽ അവസാനം അവരെ തന്നെ കൊല്ലാൻ നിങ്ങൾ മടിക്കുകയല്ല എന്ന്. ഇതൊക്കെ കേൾക്കുന്ന അബിക്ക് നല്ല ദേഷ്യം വരുവാണ് കേട്ടോ. അബി എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോളാം എന്ന് പറയുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, നീ ഇന്ന് എവിടെയും പോവല്ല, ഫംഗ്ഷൻ കഴിയുന്നോളം വരെ ഇവിടെ കാണും, അല്ലെങ്കിൽ നിൻ്റെ അമ്മ കാണിച്ചു കൂട്ടിയ വീഡിയോ എല്ലാം എടുത്ത് ഞാൻ എല്ലാവരെയും കാണിക്കും. എല്ലാത്തിനും ഒരു പരിധി ഉണ്ടെന്ന് പറയുമ്പോഴേക്കും അബി പറയുന്നുണ്ട്, എങ്ങനെയാണോ അനി അനാമിക ഇവിടെ കഴിയുന്നത് അതുപോലെ നമുക്കും കഴിയാം. നിൻ്റെ അനിയത്തി ഇച്ചിരി സൂത്രശാലി ആയതുകൊണ്ട് അവൾ ഓരോ നമ്പർ ഇറക്കി പിടിച്ചു വെക്കുന്നുണ്ട്. കൂടുതൽ ഇനി ഈ ദിവസം വഴക്കിടാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അബി അവിടെ നിന്ന് ഇറങ്ങിപ്പോവാം കേട്ടോ. അതേ സമയത്ത് ദേവയാനി നയന മേടിച്ചു കൊടുത്ത സാരി കൊടുത്ത് കണ്ണാടി മുമ്പിൽ നിന്ന് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുക കേട്ടോ. ഇത് കണ്ടുവരുന്ന ജയൻ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി ഇത്ര നോക്കാമെന്ന് ചോദിക്കുമ്പോഴേക്കും ദേവയാനി പറയുമോ, അല്ല വേറൊന്നുമില്ല, ആദർശ് ഓണം കഴിഞ്ഞ് എനിക്ക് ഇപ്പോഴും ഒരു സാരി മേടിച്ചു തന്നെ, ഇനി എൻ്റെ എല്ലാ സാരിയും അവനോട് എടുക്കാൻ പറയണം എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും ജയൻ പറയാം, അല്ല അതിൻ്റെ കൂടെ നയനമോളും സെലക്ഷനും കൂടിയിട്ടുണ്ടെങ്കിലോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും ദേവയാനി മനസ്സിൽ പറയാം, എൻ്റെ മോളുടെ സെലക്ഷൻ തന്നെയാണെന്ന് എനിക്കതറിയാം, അതല്ലേ എനിക്കിത് ഇത്ര ചേർച്ച, എൻ്റെ മോന് ഇത്ര സെലക്ഷനൊന്നും ഇല്ല എന്നിങ്ങനെ ചിന്തിക്കും കേട്ടോ. എന്നിട്ട് പറയാം, അവളുണ്ടെങ്കിൽ എനിക്കിത് വേണ്ട എന്തായാലും, അത് ഉറപ്പുള്ള കാര്യമാണ് എന്ന് പറയാം കേട്ടോ. ആ സമയത്ത് ജയ പറയാം, അല്ല ഉണ്ടെന്നല്ല, ഉണ്ടെങ്കിലോ എന്ന് ഞാൻ ചോദിക്കുമായിരുന്നു, അതൊന്നും കാണുകയില്ല, താൻ എന്തായാലും ഇറങ്ങുക, സാരി സൂപ്പർ എന്ന് പറയും കേട്ടോ. അങ്ങനെ സാരി എടുത്ത് ദേവേനയും വരുമ്പോഴത്തേക്കും നയനയും പറയുന്നുണ്ട്, ആദർശേട്ടൻ ഈ സാരി എടുത്തപ്പോഴേ പറഞ്ഞിരുന്നു അമ്മയ്ക്ക് നല്ല ചേർച്ചയുണ്ടെന്ന്. അജയനും പറയും കേട്ടോ സൂപ്പറായിട്ടുണ്ടെന്ന്. അതേപോലെ ദേവേനയും അടുക്കളയിലോട്ട് പോകുമ്പോഴത്തേക്കും ജയനോട് പറയുന്നുണ്ട്, എന്തായാലും മരുമോള് സെലക്ട് ചെയ്യാമെന്ന് പറയാത്ത നന്നായി, അല്ലെങ്കിൽ ഇപ്പോൾ അമ്മായിയമ്മ ദൂരിക്കളഞ്ഞേനെയും, എന്തായാലും സാരി കൊള്ളാം കിടു എന്നൊക്കെ പറയും കേട്ടോ. അത് കഴിയുമ്പോഴേക്കും ദേവേന അടുക്കളയിൽ ചെന്ന് ഓരോന്ന് പായ്ക്കുവാണ്. അങ്ങോട്ട് നയന ചെല്ലുമ്പോഴത്തേക്കും നയനോട് പറയുന്നുണ്ട്, നിൻ്റെ അച്ഛനും അമ്മയൊക്കെ വരുമല്ലേ, എല്ലാം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്ക്, ഇത് മതിയോ ഇനിയിപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കുമെന്ന് പറയുമ്പോഴേക്കും നയന ഒരു ഉണ്ണിയപ്പം എടുത്ത് കഴിച്ചിട്ട് സൂപ്പറാമേന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, കഴിക്കുന്നതിന് മുമ്പേ സൂപ്പറാന്ന് പറയുകയാണെങ്കിൽ അതൊരു പ്രത്യേക കഴിവാണല്ലോ. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, ഇല്ലമ്മ ഞാൻ ഒരുപാട് കഴിച്ചായിരുന്നു, എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, അവിടെയും നിൻ്റെ അമ്മ അല്ല എൻ്റെ അമ്മ ഉണ്ടാക്കുന്നതിനേക്കാളും നന്നായിട്ടുണ്ടെന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും ദേവേനി പറയാം, നീ കഷ്ടപ്പെട്ട് കള്ളത്തരമൊന്നും പറയണ്ട, ഉള്ളത് പറഞ്ഞാൽ മതി. പിന്നെ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചത് അല്ലെങ്കിൽ നീ നിൻ്റെ വീട്ടുകാർ വരുമ്പോൾ അവരോട് പോയാലോ എന്ന് മാത്രം ഓർത്തിട്ടാ, അല്ലാതെ എനിക്ക് സ്നേഹമൊന്നും ഉണ്ടായിട്ടല്ല എന്ന് പറയും കേട്ടോ. ഇത് കേൾക്കുന്ന നയനയ്ക്ക് ആകെ വിഷമാവുകയാണ്. നയന പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പൊക്കോളാം എന്ന് പറയും കേട്ടോ. അത് കേൾക്കുമ്പോഴേക്കും ദേവേനി ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. എന്നിട്ട് പറയണം, കണ്ടോ നിൻ്റെ സ്വഭാവം കണ്ടില്ലേ, നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനാണ് നോക്കുന്നത്, അത് കഴിയുമ്പോൾ എൻ്റെ മോനും ഈ വീട്ടിലുള്ളവരൊക്കെ എന്നെ വെറുക്കണം, അതിന് വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്.
അപ്പോഴേക്കും നയന പറയുന്നത് ഞാൻ അങ്ങനെ ഒന്നും മനസ്സിൽ പോലും വിചാരിച്ചില്ലമ്മേ എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും ദേവേനെ പറയുന്നുണ്ട് മനസ്സിൽ വിചാരിച്ചില്ലെങ്കിൽ നീ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, ഇനി പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം നിനക്ക് അവരെല്ലാം എന്നെ വെറുക്കുന്ന കാണണമെന്ന് ആഗ്രഹമുണ്ടെന്നാ എന്ന് പറയും കേട്ടോ. അത് കേൾക്കുമ്പോഴേക്കും നയന പറയുമോ ശരിയമ്മേ ഞാനങ്ങനെ ചെയ്യില്ല ഇനി എന്ന് പറയും കേട്ടോ. അവസാനം എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട് ഒരു പാത്രത്തിൽ കുറേ സാധനം എടുത്തിട്ട് ഇതവിടെ പോയിരുന്ന് കഴിച്ചു, ഇനി കൊതി കിട്ടേണ്ട ആർക്കും എന്ന് പറഞ്ഞ് കൊടുത്തു വിടും കേട്ടോ. എന്നിട്ട് നയൻ ഇതൊക്കെ കൊണ്ടുവന്ന് കണ്ട് സന്തോഷത്തോടെ നോക്കി വയ്ക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനം.